ഒരുത്തനെ ബീഫ് വാങ്ങിക്കാൻ പോയിട്ടേ 1/2 കിലോ ബീഫ് 1 കിലോത്തിന് 400. ഞാൻ ചെന്നിട്ടും പറഞ്ഞ എടാ 1 കിലോ വാങ്ങിച്ചോ, കുക്കറിൽ കൊള്ളത്തില്ല. അവൻ മാത്രമേ കഴിക്കുള്ളൂ, ഞാൻ കഴിക്കില്ല. അതാണ് അവൻ അങ്ങനെ ഞാൻ പറഞ്ഞത്. അവൻ ചെന്ന് പറഞ്ഞതാ എടാ 1 കിലോ 1/2 കിലോ എങ്കിലും വാങ്ങിച്ചു. ഇവനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബീഫ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബീഫിനുള്ളതാണ്. മുളക് പൊടി, കറിവേപ്പില, ബീഫ് മസാല, ഇത്തിരി 1 സ്പൂൺ ചിക്കൻ മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 ചുള വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, നാരങ്ങ. ഇത്രയും കൂട്ടി നമുക്ക് തിരുമി കൂട്ടി വെക്കുക. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. എന്നിട്ട് തിരുമി കൂട്ടി വെച്ചിട്ട് ഒരു 1 മണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. 1/2 മണിക്കൂറോളം വെച്ചിട്ട് നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. വേവിച്ചിട്ട് 2 കൂടി കുത്തി ചതച്ചെടുക്കാം നമുക്ക്. നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കൂടി ഒരുമിച്ച് തിരുമ്മി കൂട്ടാം. കറി വെച്ചാലേ ഇത് ഇത്തിരി നേരം വച്ചേക്കാം, നമുക്ക് തിരുമ്മി കൂട്ടി വെച്ചേക്കാം. 1/2 മണിക്കൂറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ബീഫല്ല കുക്കറിട്ട് ഇട്ട് കൊടുക്കാം. ബീഫ് ആവട്ടെ. എന്നിട്ടുണ്ട് 1 കിലോ ബീഫ് ഇതേണ്ട മൂട്ടി പറ്റാനുള്ള ബീഫില്ല. അതേ ഞാൻ പറയുന്നത് നോക്കി നിങ്ങൾ പറയണം. 1/2 കിലോ ബീഫ് ഇത് വേണ്ട. 1/2 കിലോ ബീഫ് ഇത് 1/2 കിലോ ആയാണെങ്കിലും 1 കിലോ ആയാണെങ്കിലും 10 കിലോ ആണെങ്കിലും നമ്മൾ അതിനകത്തിട്ട് പണിയണം. ഞാൻ മേടിക്കാൻ ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞേടാ 1 കിലോ മേടിക്കുന്നു പറഞ്ഞു. 1/2 കിലോ വാങ്ങിച്ചിട്ട് വന്നു. ഇതൊന്ന് നോക്കിക്കേ. ഞാൻ പറയുന്നത് കുറ്റമാണ്. എന്നിട്ട് അവൻ പറയുന്നത് അവനെ ഒന്നും പറയരുതെന്ന് അവൻ പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് പറയാനാ? പിന്നെ ആരോടാ പറയണത്? ഇവിടെ വേറെ ആരും തിന്നല്ല. ഞാൻ ഒരു കൊതിക്ക് വേണ്ടി മേടിക്കുന്നതാണ് 1/2 കിലോ ബീഫ്. അത് 1/2 കിലോ മേടിച്ചാൽ ഒരാഴ്ചത്തോളം നിൽക്കും. പിന്നെ എന്തിനാണ് 1 കിലോ മേടിച്ചിട്ട് അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ മേടിക്കാൻ നിൽക്കണതിനകത്ത് കടയിൽ പോയി തിന്നാ പോരെ? കടയിൽ പോയി തിന്നുമ്പോ ഇഷ്ടാനുസരണം തിന്നാൻ പറ്റുമുണ്ടാക്കി. ഇല്ലല്ല, വള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് നീ വഴറ്റി വെച്ചിട്ടില്ല. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, കറിവേപ്പില, തക്കാളിയും പച്ചമുളകും പിന്നെ ഇടുള്ളൂ. അത് ഒരുപാട് വേകാൻ പാടില്ല. അപ്പൊ നാളെ രാവിലെയാണ് തക്കാളിയും പച്ചമുളകും ഇടുള്ളൂ. അപ്പൊ ഞാൻ പ്രത്യേകം അറിയിച്ചിരിക്കുന്നു. 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇടാൻ പോവാണ്. പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു തക്കാളി ഉള്ളൂ കേട്ടോ. വലിയ തക്കാളി എടുക്കാം. ബീഫിട്ട് കൊടുക്കാറുണ്ടോ? 3 ബീഫുണ്ട്. അത് 3 നേരമായിട്ട് കഴിച്ചിട്ട് ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ കണ്ട ഇത്രയും വേകാൻ പാടില്ല. നന്നെങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ബിസ്കറും റെഡി ആയി. അപ്പോൾ